ഒട്ടും കട്ടിയില്ലാത്ത മുടിയാണോ നിങ്ങൾക്കുള്ളത്, അതുപോലെ തന്നെ ഒട്ടും വളർച്ചയില്ലാത്ത മുടിയാണോ നിങ്ങൾക്കുള്ളത് എങ്കിൽ ഈ ഒരു ഹെയർ മാസ്ക് അല്ല എങ്കിൽ ഹെയർ സൊല്യൂഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എങ്കിൽ സൂപ്പർ റിസൾട്ട് കാണാൻ കഴിയേ. അത് ഞാൻ എടുത്തിട്ടുള്ളൊരു 4 വെണ്ടയ്ക്കാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള 4 വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് മുറ്റിയതല്ലെന്ന് ഉറപ്പ് വരുത്തുകയും വേണം കേട്ടോ. നമ്മളിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയാം മുറ്റാത്ത വെണ്ടയ്ക്കാണ് എടുക്കേണ്ടത്. അത് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും കേട്ടോ. അടുത്തെടുത്തിട്ടുള്ള നമ്മുടെ ചെമ്പരത്തിയുടെ ഇല ഒരു 7-8 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം കഴുകി, ഇപ്പോൾ നമ്മുടെ സീസണൊക്കെ പൊടി ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് കഴുകാൻ വേണ്ടിയിട്ട് മറക്കരുത്. കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു 7-8 ചെമ്പരത്തിയുടെ ഇലയാണ്. അടുത്ത് വേണ്ടത് നമ്മുടെ പഴങ്കഞ്ഞി വെള്ളം. പഴങ്കഞ്ഞി വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് കഞ്ഞിവെള്ളം വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അത് വെള്ളത്തിൻ്റെ കുറച്ച് അളവ് കൂട്ടിയെടുക്കേണ്ടി വരും. അത് ഞാൻ നമ്മുടെ ഹെയർ മാസ്ക് ഉണ്ടാക്കുന്ന സമയത്ത് പറയുന്നതായിരിക്കുമേ. അടുത്ത് വേണ്ട ഒരു 4 ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് സവാള എടുക്കാവുന്നതാണ്. സവാള ആണെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം മതി കേട്ടോ. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഉള്ളി എടുക്കുന്നതാണേ. ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് പഴങ്കഞ്ഞി വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുണ്ട്. ഈ പഴങ്കഞ്ഞി വെള്ളത്തിന് നമുക്കൊന്ന് നേർപ്പിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആ ഗ്ലാസ്സിൽ തന്നെ ഒരു 2 ഗ്ലാസ്, അതായത് നമ്മൾ എത്ര പഴങ്കഞ്ഞി വെള്ളം എടുത്തോ അതിൻ്റെ ഡബിള് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കഞ്ഞി വെള്ളമാണ് എടുക്കണമെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്താൽ മതിയായിരിക്കും. ഇത് പുളിച്ച കഞ്ഞിവെള്ളം ആയതുകൊണ്ടാണ് ഞാൻ 2 ഗ്ലാസ് എടുത്തത്. ഇത് നേർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഫ്ലെയിം ഓണാക്കി നമുക്ക് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഇതിലെടുത്തിട്ടുള്ള പഴങ്കഞ്ഞി വെള്ളം ആയാലും അതുപോലെ തന്നെ വെണ്ടയ്ക്ക ആയാലും നമ്മുടെ ചെമ്പരത്തിയുടെ ഇല ആയാലും നമ്മുടെ ചെറിയ ഉള്ളി ആയാലും അതുപോലെ തന്നെ വെണ്ടയ്ക്ക ആയാലും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. മുടി വളരാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൻ്റെ ആരോഗ്യത്തിനും താരൻ മാറാനും അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല സിൽക്കി ആൻഡ് ഷൈനി ആയി കിടക്കാനും സഹായിക്കുന്ന ഐറ്റംസാണ് നമ്മുടെ ഈ സാധനങ്ങളെല്ലാം. നര മാറാനും സഹായിക്കും കേട്ടോ നമ്മുടെ വെണ്ടയ്ക്ക എന്ന് പറയുന്നത്. പക്ഷെ അത് കഴിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ കഴിക്കുന്ന സമയത്ത് വെണ്ടയ്ക്ക അധികമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഗുണങ്ങൾ എടുത്തു പറയാത്തതിന് കാരണം എല്ലാവർക്കും അത് കേട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത്ര താല്പര്യമില്ലാത്ത കാര്യമാണ്. അവർ ലാഗ് ആവുമെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും വിശദീകരിച്ച് പറയാത്തത് കേട്ടോ. നമ്മുടെ പഴങ്കഞ്ഞി വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാവേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്പരത്തി ഇല ഇട്ട് കൊടുക്കാം. നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയാണേ. അതും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലവണ്ണം ഒന്ന് നമുക്ക് ഇതിനെ തിളപ്പിച്ചെടുക്കാം. നമ്മളിട്ട് ഇലയൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട്. അത് നമ്മൾ നോക്കണ്ട. എന്നാലും ഈ വെള്ളം ഒന്ന് വറ്റി വരണ വരെ നമുക്കൊന്ന് തിളപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു ഹെയർ മാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ആഴ്ചയിൽ ഒരു 2 ദിവസം നിങ്ങളുടെ സമയം അനുസരിച്ച് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി ചെറു ചൂടോടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ. തണുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരിച്ചൊഴിക്കാം. അരിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പഴയ തോർത്തെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മളെ കോട്ടൺ തുണികൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് നല്ലവണ്ണം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇതാവാൻ ചെറിയ ചെറിയ ഓട്ടകളുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പഴയ ഒരു തോർത്തെടുക്കുന്നതായിരിക്കും നല്ലതേ. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ നമ്മുടെ ഹെയർ മാസ്ക്. നിങ്ങൾക്ക് ഇത് അരിക്കാതെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഹെയർ മാസ്ക് ആണ്. അരിക്കാതെ ഇതുപോലെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഹെയർ മാസ്കും. ഇങ്ങനെ നമ്മൾ അരിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ഹെയർ സൊല്യൂഷനുമാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്ന് പറയുന്നത് നമുക്ക് കഴുകി കളയാൻ എളുപ്പമായിരിക്കും. അല്ല എങ്കിൽ നമ്മളിങ്ങനെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴുകി കളയാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. നമ്മുടെ തലയിലേക്ക് ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് പോകത്തുള്ളൂ. ഇതാവുമ്പോൾ നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ബാക്കി സൊല്യൂഷൻ കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇത് നല്ലവണ്ണം നമുക്കിതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അരിച്ചൊഴിച്ചതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ. ഇതിന് നമുക്ക് ഹെയർ ഓയിൽ തലയിൽ അപ്ലൈ ചെയ്ത് ഒരു ചെറിയൊരു മസാജും കൂടെ കൊടുത്തിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് നോർമൽ വെള്ളത്തിൽ നമുക്ക് കഴുകി കളയാം. ഷാംപൂസോ അങ്ങനെ ഒന്നും തന്നെ ഇടേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.